ഇവിടെ ഇപ്പം വഞ്ചിപ്പാട്ട് പാടിയാണ്. ഇപ്പം ഏത് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ വഞ്ചിപ്പാട്ട് പാടിയാണ്. നമ്മളെ ചേച്ചിമാരെ വന്നേ. അല്ല ഇവരിങ്ങനെയൊന്നും അല്ല സ്വാഗതം ചെയ്യണ്ട കേട്ടോ. കാരണം ചേട്ടാ ഇവരുണ്ടല്ലോ, ഇവിടെ രാവിലെ ഞാൻ വന്നു മുതല് ഇവിടെ വേറെ ആൾക്കാരൊന്നുമില്ല, എല്ലാവരും വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഇവിടെ അക്ഷീണം ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ചേച്ചിമാരാണ്. അവരവിടെ നമുക്ക് ചേച്ചിമാർ ഇങ്ങോട്ട് വരും അല്ലേ, അവരാണ്. എനിക്ക് തോന്നുന്നു അവരിവിടെ എല്ലാം വൃത്തിയായിക്കൊണ്ടിരിക്കണം. ജോലിക്കിടയിൽ ഒരു ഇത്തിരി നേരം വിശ്രമിച്ചാൽ തോന്നുന്നു. വായിച്ചു ഇങ്ങോട്ട് എടുത്തു വരുമോ? അടുത്തേക്ക് വെച്ചേ. പേരെന്താ? ദീപ, ജയ, ഷമ്മി, ജയ, നമ്മുടെ നാടും അല്ല ഇത് കുറച്ച് ഇത് നിങ്ങൾ മറ്റേ വള്ളംകളി മാത്രമല്ല വൈകാരികം, ഇവരുടെ ജോലിയും വൈകാരികമാണ്. നമ്മുടെ നാട് ഇങ്ങനെ വൃത്തിയായി സൂക്ഷിക്കുന്ന ആരാ ഇവര്. അതാണ് നമ്മുടെ നാട്. ഈ കയ്യടിയാണ്, ഇതാണ് ഉള്ളിൽ നിന്ന് വരുന്നത്. അപ്പൊ നാളെ കാണാൻ പോകുന്ന കയ്യടിയും ഉള്ളിൽ നിന്ന് വരുന്ന കയ്യടി തന്നെയായിരിക്കും. ആയതുകൊണ്ട് പല ആളുകളാണ് വരുന്നത്. അവര് സാധാരണ വെള്ളം കുടിച്ചിട്ട് നമുക്ക് ഈ വേസ്റ്റ് ഒക്കെ കാണാൻ പറ്റും. ഇതെല്ലാം ഒരു ഇപ്പൊ ഇവര് വൃത്തിയാക്കും. ഒരു 2 മണിക്കൂറിനകം വീണ്ടും അതാ വേസ്റ്റ് കാണാൻ പറ്റും. ക്യാമറയ്ക്ക് കാണാൻ പറ്റില്ല, അവിടെ ഒരു കുപ്പിയുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തും ഒരു ഹരിതാപവും പച്ചപ്പും കാത്തു സൂക്ഷിക്കുന്നത് ഹരിത അല്ലെ, ഈ ഹരിത കൂട്ടായ്മയാണ് എല്ലാം കാത്തു സൂക്ഷിക്കുന്നത്. നിങ്ങൾ ഏത് കുടുംബശ്രീയാ? അതുകൂടി പറഞ്ഞേക്ക്. പേരുണ്ടോ? പല കുടുംബശ്രീകളും പല അയൽക്കൂട്ടങ്ങൾ വരാണ്. അപ്പം ആലപ്പുഴക്കാരാണ്, കുട്ടനാട്ടുകാരാണ്, അല്ലെങ്കിൽ ആലപ്പുഴക്കാർക്ക് ഭയങ്കര വികാരമാണ്, ആവേശമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആലപ്പുഴയൊക്കെ വന്നിട്ട് പാട്ട് കേൾക്കണ്ടേ? ഒത്തിരി ഒന്നും എല്ലാരും പാടിക്കോ, അങ്ങനെയൊന്നുമില്ല. നമ്മക്കങ്ങനെ പാട്ട് ശ്രുതിയൊന്നും നോക്കുന്നില്ല, ഞാൻ പാട്. വേണം ഗുര വേണം ഗുരവ വേണം കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ വേണം വേണം തോരണങ്ങൾ വേണം വിജയശീലായി വരുന്നു ഞാൻ അതെന്താ അങ്ങനെ ഒരു നാണം വന്നേ? പനിയാണ് വയ്യ അല്ലേ? ഓക്കെ, പനിയാണ് വയ്യ. ഒരു രക്ഷയില്ല. പാടെന്ന് പറഞ്ഞപ്പോ അങ്ങ് ആടി തകർത്തു തിമിർത്തു. ചേച്ചിയുടെ പേര് വന്നേ? എന്റെ പേര് സതിയമ്മ. ചേച്ചിന്റെ പേര് ഹാജിറ. എനിക്ക് തോന്നുന്നു ഹാജിറത്തെയും സതിയും ഉണ്ടല്ലോ, ഇവര് രണ്ടുപേരും അങ്ങ് വികാരമായി പോയി അല്ലെ, ഉള്ളിൽ അങ്ങ് വന്നു, ഹൃദയത്തിൽ നിന്ന് വന്നു. അപ്പൊ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാഴ്ചകൾ ഇനിയുണ്ട്. നാളെ വള്ളം കളിക്ക് നിങ്ങൾ ഉണ്ടാവൂലേ? ഫുള്ളെന്ന് പറഞ്ഞാൽ ഞങ്ങള് 10 മണി വരെ കാണും. 10 മണി വരെ കാണും വള്ളം കളിക്ക്. ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോകാം. ജയിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ വള്ളം തന്നെ ജയിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. എല്ലാരും അതൊക്കെ ഞങ്ങളിവിടെ എല്ലാവർക്കും ആഗ്രഹം തന്നെ. അതെ. ഈ വള്ളക്കാരോട് പ്രത്യേക സ്നേഹം തോന്നി ചേച്ചി? വള്ളക്കാരോട് നല്ല സ്നേഹമുണ്ട്. അവര് ഒരുപാട് കഷ്ടപ്പെട്ട് ഇതിനു വേണ്ടി. ഈ തുഴ എറിയുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇവര് ഭയങ്കര കരുത്താണല്ലോ ഇതിന്റെ. അല്ല, ഈ കരുത്തന്മാരെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമൊക്കെ തോന്നും. പ്രത്യേക ഇഷ്ടം തോന്നും. കൊള്ളാം. ഞങ്ങളത് ജോലിയുടെ അടക്കം അവര് ഇത് നടക്കുമ്പോ ഞങ്ങൾ കാണാൻ വേണ്ടി നിൽക്കും. നല്ല ആവേശത്തോടെ എല്ലാം. നല്ല ആവേശം. നിങ്ങളും ആവേശത്തിലാണ്. നാളെ കാണാൻ ഉണ്ടാവും. നാളെ ഇവിടെ നിറയുമല്ലേ? എന്തെങ്കിലും പ്രത്യേകിച്ച് വള്ളംകളി ഓർമ്മകൾ പങ്കുവെക്കാനുണ്ടോ നിങ്ങൾക്ക്? പിന്നെ എല്ലാ മാസവും ആഗസ്റ്റ് സെക്രട്ടറിയുടെ എല്ലാ വർഷവും നമ്മൾ ഓർക്കാറുള്ളതാണ്. അത് നമുക്കൊരു വലിയ ഉത്സവമാണ് നമ്മുടെ ആലപ്പുഴയിൽ. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു വള്ളം കളിക്ക് ഒരു പ്രത്യേക ഇല്ല, പേടിയാണ്. ഇനി ചിലപ്പോൾ ഇനിയുള്ള സമയങ്ങളിൽ ചിലപ്പോൾ കുഴഞ്ഞിരിക്കും.
ഇനി വരുന്ന സമയം തുഴഞ്ഞിരിക്കും. ഈ പെണ്ണുങ്ങളുടെ വെള്ളമൊക്കെ ഉണ്ട് അല്ലേ? അതിലടുത്ത തവണ ഉണ്ടാവോ? ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്. ചേച്ചി നോട്ടോട്ടിക്കോ അടുത്ത വർഷം. കണ്ണൻ ചേട്ടാ അടുത്ത വർഷം ഇവിടെ കാണില്ലേ നിങ്ങളൊക്കെ? അടുത്ത വർഷത്തെ ഒരു തുഴക്കാരിയാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? നമ്മൾ ഈ തിരുവനന്തപുരത്തൊക്കെ ഇരുന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു ആവേശം എന്ന് പറഞ്ഞത് എന്താണ്, ഇതിന്റെ ഒരു ആവേശം മനസ്സിലാക്കുക. കാരണം ഇതിന് സെക്കൻഡ്സാണ് വള്ളം പോകുന്ന കാണാൻ പറ്റുന്നത്. അപ്പം ഇവിടെ വന്നപ്പം അക്ഷയ്ക്ക് മനസ്സിലായില്ല എന്താണ് ഇതിന്റെ ഒരു സ്പിരിറ്റ്, അല്ലെങ്കിൽ എത്രത്തോളം ഹൃദയത്തിൽ നിന്നാണ് ആളുകൾ ഈ മത്സരത്തെ കാണുന്നതെന്ന് മനസ്സിലായ? തീർച്ചയായിട്ടും അതിലൊരു സംശയമില്ല. ഇത് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഇതിപ്പം പ്രത്യേകിച്ച് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. നമുക്ക് ഓരോ നാടിനും ഓരോ ഉത്സവങ്ങളാണ്. ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വള്ളം കളിയാണ്. ഈ വെള്ളത്തിൽ നമുക്ക് ഈ വെള്ളം കാണുമ്പോൾ തന്നെ പേടിയുള്ള ആളുകളുണ്ട്. വെള്ളം മാനിയായിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ, വെള്ളം ഫോബിയായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഈ വെള്ളം എന്ന് പറയുന്നത് നമുക്ക് റോഡിൽ പോലെ, എൻ്റെ നാട് കോഴിക്കോടാണ്, ഇങ്ങനെ വെള്ളം അടുത്തില്ല. പക്ഷെ ഇവർക്ക് ഈ റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് വെള്ളത്തിലൂടെ അല്ലേ? അതായത് പുരയ്ക്കും ഇതേ വെള്ളം ഉയർന്നാൽ അതിന് മേലെ വള്ളവും കഴിക്കോലും. അതാണ് അത്രേ ഉള്ളൂ. അതായത് വെള്ളത്തിനോട് പൊരുതി ജീവിക്കുന്നവരുമാണ് അവിടെ. അതുകൂടി നമ്മൾ കൂട്ടിച്ചേർത്ത് പറയേണ്ടതുണ്ട്. നമുക്കറിയാം ഒരു മഴക്കാലം വന്നിട്ടുണ്ടെങ്കിൽ എത്ര മാസത്തോളമാണ് ഇവർ വെള്ളത്തിലാകുന്നത് നമുക്കറിയാം. അപ്പം കണ്ടോണ്ടിരിക്ക കേരളം മൊത്തം അല്ലെ, മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകർ മൊത്തം കണ്ടോണ്ടിരിക്കുക കേട്ടോ. എല്ലാം കണ്ടിട്ടുണ്ട് എല്ലാരും. അപ്പൊ ഒരുപാട് നന്ദി. പണിയെടുത്തോ? എന്നിടയ്ക്ക് ഭക്ഷണം കഴിച്ചോ? ഇല്ല, കൊണ്ടുവന്നിട്ടുണ്ട്. 10 മണിക്ക് കൊണ്ടുവരും. ഭക്ഷണം കഴിക്കണം. ഓക്കെ.